Hi all, this is Meera. Welcome back to High School Max. Men Civil Excise Officer previous questions ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ എക്സാം നടന്നിരിക്കുന്നത് 2017 ഏപ്രിൽ 1 ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഇവൻ ഇൻഡിജേഴ്സ് ഫ്രം 100 to 1000? 100 തൊട്ട് 1000 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് സം ഓഫ് ഫസ്റ്റ് ഇവൻ എൻ ഇവൻ ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ എൻ ഇവൻ നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മിൻ്റെ ഇക്വേഷൻ n × n+1 ആണ്. അതായത് ഇവിടെ ഫസ്റ്റ് n ഇവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓർക്കുക 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 1ൽ നിന്ന് 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക ചോദിക്കുകയാണെങ്കിൽ n × n+1 അനുസരിച്ച് ഈ n എന്ന് പറയുന്നത് 1നും 10നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ്. അതായത് 10 × 11 ഇത് ആൻസർ തെറ്റാണ്. 1 തൊട്ട് 10 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 10ന്റെ നേരെ പകുതി 5 ഇരട്ട സംഖ്യകളാണുള്ളത്. 5 × 5ന്റെ നെക്സ്റ്റ് നമ്പർ n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 5 + 1 6 ആണ്. 6 × 5 30 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ n എന്ന് പറയുന്നത് ഇതിനിടയിലുള്ള ഇവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ ഈ മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ 100 തൊട്ട് 1000 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 1 തൊട്ട് 1000 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് അതിൻ്റെ തുക കണ്ടെത്തും. രണ്ടാമതായിട്ട് 1 തൊട്ട് 100 വരെയല്ല 1 തൊട്ട് 99 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കണ്ടെത്തിയതിന് ശേഷം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 100നും 1000നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ 100 തൊട്ട് 1000 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ മെത്തേഡ് അനുസരിച്ച് ഫസ്റ്റ് 1 തൊട്ട് 1000 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 1000ന് നേരെ പകുതി 1000 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 500 ആണ്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് 500 ആണ്. അതുകൊണ്ട് തന്നെ 500 × 501 ചെയ്യണം. അതാണ് ഇവിടുത്തെ ആൻസർ വരിക. നെക്സ്റ്റ് 1 തൊട്ട് 100 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 100ന്റെ നേരെ പകുതി 50 ആണ്. പക്ഷെ നമുക്കറിയാം ഈ 50 എന്ന് പറയുമ്പോഴത്തേക്കും 1 തൊട്ട് 100 വരെ എത്ര ഇരട്ട സംഖ്യകൾ നമുക്കറിയാം 2, 4, 6, 8 ഇങ്ങനെ വന്ന് 98, 100. ഇതാണ് 1 തൊട്ട് 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുക. അപ്പോൾ ഈ 50 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ 2 ആണ്, സെക്കൻഡ് നമ്പർ 4 ആണ്, പിന്നെ 49ാമത്തെ നമ്പർ 98 ആണ്, 50ാമത്തെ നമ്പർ 100 ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 100 എന്ന നമ്പറും കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാം. അപ്പം ടോട്ടൽ എത്രയുണ്ട്? 50 അല്ല 49 ആണ് ഇവിടുത്തെ n എന്ന് പറയുക. അപ്പോൾ 1 തൊട്ട് 99 വരെ 49 ഇരട്ട സംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സമ്മ് കാണാൻ വേണ്ടി n × n+1 അനുസരിച്ച് 49 × 50 കണ്ടെത്തണം. ഇനി നമുക്കത് ചെയ്ത് നോക്കാം. 500 × 501. അപ്പോൾ 500ന്റെ 2 സീറോസ് കൊടുത്തു. ഇനി 501 × 5 ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? 5 × 1 5 വന്നു, 5 × 0 0 വന്നു, 5 × 5 25 വന്നു. ഇതിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്താൽ മതി. 49 × 5 ഈ 0 ആദ്യം നമ്മൾ കൊടുത്തു, 45 വന്നു, 4 ആണ് റിമൈൻഡർ, 5 × 4 20 ആണ്, 20 + 4 24 വന്നു. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇതിൽ നിന്നും മൈനസ് ചെയ്യുക. 0 5 0 ഇവിടെ 8 വന്നു, 4 2. ഓപ്ഷൻ സി ആണ് ആൻസർ. 2,48,050. ഈ ക്വസ്റ്റിന്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP യൂസ് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. അതായത് 100 തൊട്ട് 1000 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 100, 102, 104 ഇങ്ങനെ വന്ന് 1000 വരെയുള്ള ഇരട്ട സംഖ്യകൾ. ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? ഇതിന്റെ സം കാണാനുള്ള ഇക്വേഷൻ ആണ് n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്താണ്? 100 ആണെന്ന് അറിയാം. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1000 ആണെന്ന് അറിയാം. ഇനി ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? n. ഈ n അതായത് ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട് അതുകൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സം നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക 1 തൊട്ട് 1000 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 1000ന് നേരെ പകുതി 500 ഇരട്ട സംഖ്യകൾ. 1 തൊട്ട് 100 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 50 ഇരട്ട സംഖ്യകൾ. എന്നാൽ നോക്കണം, ഈ 100 എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് പെടുന്നതാണ്. 100 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 500ൽ നിന്ന് 50 മൈനസ് ചെയ്താൽ 450 വരും. ഈ 450ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 451 നമ്പേഴ്സ് ആയിരിക്കും ഇതിലുള്ളത്. അതായത് നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. 1ൽ നിന്ന് 1000 വരെ അതിന് നേരെ പകുതി 500 ഇരട്ട സംഖ്യകളാണെന്ന് അറിയാം. 1 തൊട്ട് 100 വരെ 50 ഇരട്ട സംഖ്യകളാണ്. ഈ 50 എന്ന് പറയുന്നതിനകത്ത് 100ഉം ഉൾപ്പെടുന്നുണ്ട്. 100 ഒരു ഇരട്ട സംഖ്യയാണ്. നമുക്കിവിടെ 1 തൊട്ട് 99 വരെയുള്ള ഇരട്ട സംഖ്യകൾ മതി. അതുകൊണ്ടാണ് 500ൽ നിന്ന് 50 മൈനസ് ചെയ്ത് 450ന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരിക എന്താണ്? 451 ആണ്.
ഇനി n കണ്ടെത്താൻ മറ്റൊരു മാർഗം കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. Tn = a + n - 1 × d. അതായത് Tn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഞാൻ കൊടുത്തു 1000. 1000 = a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് 100 പ്ലസ് n - 1 × d എന്ന് പറഞ്ഞാൽ 2 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താലും നമുക്ക് 481 എന്ന് കിട്ടും. അപ്പോൾ n നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി 481/2 × 100 + 1000 1100 വന്നു. ഇതിന്റെ ആൻസർ നമുക്ക് ലഭിക്കുക 2,48,080 ആണ്. ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡ് പറഞ്ഞു. ഇതിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 10% of x is 25% of y, then x is to y is. Option A 5:2, option B 2:5, option C 1:2, option D 2:1. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സിന്റെ 10%, x × 10/100 എന്ന് പറയുന്നത് വൈയുടെ 25% ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ x is to y കാണാനാണ് പറയുക. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമുക്ക് ഈ 100 കോമൺ ആയതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തു. ഇനി നോക്കിയേ, ഇവിടെ x ഉണ്ട്, ഈ y ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഡിവിഷനായി x/y നോക്കുന്നു. ഇനി ഇവിടെ ഓൾറെഡി ഉള്ള നമ്പർ പാർട്ട് എന്താണ്, 25 ഉണ്ട്. ഇവിടുത്തെ ഈ 10 എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഇന്നോട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വരുമ്പോൾ താഴെയാകും. അപ്പം y എന്ന് പറയുന്നത് 25/10 എന്ന് വന്നു. ഇതിനെ കോമൺ ആയിട്ട് 5 കൊണ്ട് ഞാൻ കട്ട് ചെയ്യണം. 5 × 2 10, 5 × 5 25. a/b എന്ന് പറഞ്ഞാൽ a is to b അല്ലേ. xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is to y ആണ്. അതെന്ന് പറഞ്ഞാൽ 5/2 എന്ന് പറഞ്ഞാൽ 5 is to 2 ആണ്. ഇവിടുത്തെ നമ്മുടെ ആൻസർ 5:2 ആണ്. പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എക്സിന്റെ 10% എന്ന് പറയുന്നത് വൈയുടെ 25% ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is to y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x is to y എന്ന് പറയുമ്പോൾ വൈയുടെ കൂടെ കിടന്ന് 25 is to എക്സിന്റെ കൂടെ കിടക്കുന്ന 10. ഇതിനെ ഒന്ന് കട്ട് ചെയ്താൽ മതി. 5 × 5 25 ആണ്. 5 × 2 10. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കണ്ടെത്താം. തേർഡ് വൺ നോക്കാം. 1 - 1/3 × 1 - 1/4 × 1 - 1/5 etc. up to 1 - 1/100 is equal to dash. Options: option A 1/100, option B 1/50, option C 2/50, option D 1/500. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/50 ആണ്. ഇതെങ്ങനെ വരുന്നത് നോക്കാം. അതായത് ആദ്യം 1 - 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താണ്, 1 - 1/3 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1ന്റെ ഇവിടെ നമ്മൾ LCM കണ്ടെത്തി ചെയ്യുമ്പോൾ 3/3 എന്ന് വരും. 3ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2 വരും, താഴെ 3 വരും. ഇതുപോലെ തന്നെ നോക്കിയേ, 1 - 1/4ന്റെ വാല്യൂ എന്തായിരിക്കും, ഈ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3 ആണ്, 3/4 എന്ന് വരും. ഇതുപോലെ തന്നെ 1 - 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 99 ആണ്, 99/100 എന്ന് വരും. അപ്പോൾ ഇതിന്റെ ഒരു മെത്തേഡ് മനസ്സിലായി. 1 - 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, അതേ ബൈ ആ ഡിനോമിനേറ്റർ ആയിരിക്കും. അത് നമുക്ക് ഇവിടോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1 - 1/3 എന്ന് പറയുമ്പോൾ 3 - 1 2/3 വന്നു ഇൻറ്റു 1 - 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൽ നിന്ന് 1 മൈനസ് ചെയ്തു, 3 വന്നു, 3/4. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി എന്ത് വരും, 1 - 1/5 എന്ന് പറഞ്ഞാൽ ഈ 5ൽ നിന്ന് 1 മൈനസ് ചെയ്തു, 4/5 എന്ന് വന്നു ഇൻറ്റു ഇങ്ങനെ പോവാണ്. അപ്പം ലാസ്റ്റ് നമുക്ക് 1 - 1/100 ആണെന്നറിയാം. അതിന് മുമ്പിൽ എന്താണ്, 1 - 1/99 ആയിരിക്കും. അതായത് ഈ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. 1 - 1/99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 99ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 98/99 എന്ന് വരും ഇൻറ്റു ലാസ്റ്റ് ടേം നോക്കാം. 100ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 99/100 എന്ന് വരും. ഇനി ഇതിലേക്ക് നോക്കിയേ, നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കട്ട് ചെയ്യാം, മുകളിലും താഴെയായിട്ട് കട്ട് ചെയ്യാം. ഇവിടെ അടുത്ത 5ഉം ഇനി വരാൻ പോകുന്ന 5ഉമായിട്ട് കട്ട് ചെയ്ത് പോകും. ഇവിടെ അതുപോലെ തന്നെ 99 കട്ടാകും. ഇതിന് മുമ്പിലുള്ള ഇവിടെയുള്ള 98 നമുക്ക് കട്ടാകും. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും, ഇവിടെ നിന്ന് ഈ 2 റിമൈനിങ് കാണും. ഇവിടെ ഇത് അംശത്തിലാണ്, അതോടൊപ്പം തന്നെ ഡിനോമിനേറ്ററിൽ ഒരു 100ഉം കാണും. അപ്പോൾ 2/100 എന്ന് കിട്ടി. 2/100 എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 1/50 അല്ലേ. ഇതാണ്, ഇങ്ങനെയാണ് ആൻസർ കിട്ടുക, 1/50. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 100/3 into 3n minus 3n minus 1 is equal to 891, then the value of n is. അപ്പോൾ ഇവിടെ 100/3 into 3n minus 1 എന്ന് പറഞ്ഞാൽ 891 തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്നിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 2. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഓരോ ഓപ്ഷനിലും പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 891 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന എന്നിന്റെ വാല്യൂ 4 ആണ്. അപ്പം അതിനു മുമ്പ് ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് ബോഡ് മാസ് റൂൾ അറിയാം. അതനുസരിച്ച് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനും
സബ്ട്രാക്ഷനും ഉണ്ട്. ഇതിലേതാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്? ബോണ്ട് മാസ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ സബ്ട്രാക്ഷൻ ചെയ്യാവൂ. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് 100/3 ഇൻറ്റു 3 എൻ്റെ വാല്യൂ എന്താണ് കൊടുക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷനിൽ 4 ആണ്. 4 കൊടുത്തു. മൈനസ് 3 4 മൈനസ് 1 3 വരും. ഇവിടെ ഈ 3 ഇവിടെ 3/4 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇവിടെ ഒരു പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 3/3 വന്നു. 3 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ 3 ക്യൂബ് മൈനസ് 3 ക്യൂബ് എന്ന് ചെയ്യല്. കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഈ ഒരു ടേം ചെയ്തതിന് ശേഷം മാത്രം അതിൽ നിന്നാണ് ഇത് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണെന്ന് അറിയാം. 27 ഇൻറ്റു 100 എന്ന് പറയുന്നത് 2700 വരും. 2700 മൈനസ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 വരും. ഇതൊരിക്കലും 891 അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ കൊടുത്ത് നോക്കാം. അതായത് 100/3 ഇൻറ്റു 3 നമുക്ക് ബി ഓപ്ഷൻ 3 ആണ്. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 3 കൊടുത്തു. മൈനസ് 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 100/3 ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 ആണ്. അതാണ് നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ വെട്ടി കണ്ടത് 3 സ്ക്വയർ ആക്കി മാറ്റുന്നത്. മൈനസ് 3 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇത് ഇത്രയും ഒരു ടേം ആണ്. ഇതിന് ശേഷം മാത്രമേ ഇത് പെർഫോം ചെയ്യാവൂ. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 3 9 വന്നു. 9 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 വരും. മൈനസ് 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 9 ആണ്. 900 മൈനസ് ചെയ്താൽ എത്ര വരും? 891. അപ്പോൾ 891 ആയിരുന്നു നമുക്കിവിടെ ആൻസർ കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ എന്നിന്റെ വാല്യൂ എന്താണെന്ന് പറയാം. എന്നിന്റെ വാല്യൂ 3 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The cost price of 60 article is equal to the selling price of 50 articles. The gain percent is option A 60%, option B 10, option C 15, option D 20. അപ്പോൾ ഇതേ സെയിം പാറ്റേണിലെ ക്വസ്റ്റ്യൻ തന്നെ 2019 വിമൻസ് സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതാണ്. അവിടെ നമ്മൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് 60 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് 50 ആർട്ടിക്കിളോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് CP/SP കാണുകയാണ് ചെയ്യുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് ഇവിടെ നിന്ന് SP ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താണ്? ഡിവിഷൻ ആകും. CP/SP എന്ന് തോന്നും. അതായത് കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ്. ഇനി ഇവിടെ ഓൾറെഡി ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 50 എന്നൊരു നമ്പർ പാർട്ട് ഉണ്ട്. ഇവിടെ ഇതിനോട് ചേർന്നിരുന്ന 60 നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താകും? ഡിവൈഡഡ് ബൈ 60 ആകും. അതായത് ഇവിടെ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 15 എന്നും വന്നു. സെല്ലിംഗ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 60 എന്നും നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം ഇവിടെ ചോദിക്കുന്ന ഗെയിൻ പെർസെന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 50 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം 60 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിനിടയിലെ ലാഭം എന്ന് പറയുന്നത് ആ 60ൽ നിന്ന് 50 മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 60 ആണ്. 60ൽ നിന്ന് 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 50 ആണ്. ഇൻറ്റു 100 വന്നു. സീറോസ് ക്യാൻസലായി. 5/, അതായത് 100/5 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 ഇൻറ്റു 5 ആണ് 100. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി 20%. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 6th വൺ നോക്കാം. ആവറേജ് ഓഫ് ABC ഈസ് P ആൻഡ് AB plus BC plus CA is equal to 3. What is the average of A square, B square and C square? ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് 3p², p² -2, 3p² -2, 9p². അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈ നമ്പർ. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആവറേജ് ഓഫ് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ABCയുടെ ആവറേജ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B + C ടോട്ടൽ വന്നു ഡിവൈഡഡ് ബൈ നമ്പർ. ഇത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ABC 3 നമ്പറാണ്. അതുകൊണ്ട് തന്നെ A + B + C ഡിവൈഡ് ബൈ 3 is equal to P എന്നാണ്. ഇതിൽ നിന്ന് A + B + C എന്ന് പറയുന്നത് 3 ഇൻറ്റു P ആണ്. അതായത് ഈ 3 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 3 ഇൻറ്റു P എന്ന് വരും. ഇതാണ് നമുക്ക് ഈ ഫസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് കിട്ടുക. സെക്കൻഡ് ഇവിടെ AB + BC + C എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? A², B², C²ന്റെ ആവറേജ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? A² + B² + C². അതാണ് ടോട്ടൽ. അതേ ഡിവൈഡഡ് ബൈ ഇത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. 3 ചെയ്താൽ മതി. ഇത് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഇനി ഈ A² + B² + C² കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി ആണിത്. ഇതിലേക്ക് ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? A + B + C എന്ന് പറഞ്ഞാൽ 3p നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ A + B + Cയിലേക്ക് ഞാൻ 3p കൊടുത്തു. ഹോൾ സ്ക്വയർ വന്നു -2 ഇൻറ്റു ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്.
ഇനി ഇവിടെ 3p ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തെറ്റരുത്, ഈ 2 എന്ന് പറയുന്നത് 3ക്കും pക്കും നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 × 3 9 ആണ്. പിയുടെ സ്ക്വയർ പി സ്ക്വയർ എന്ന് പറയും. മൈനസ് 3 × 2 6 വന്നു. അതായത് 9p സ്ക്വയർ മൈനസ് 6 എന്ന് വന്നു. ഇതാണ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി ഇതിന്റെ ആവറേജ് കാണാൻ പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇതേ ബൈ 3 ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ടേമിന് ആദ്യം നമ്മൾ, അതായത് 9p സ്ക്വയർ ബൈ 3 മൈനസ് 6 ബൈ 3, ഇതാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പം 3നെ ഈ 9p സ്ക്വയർ കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ 3 വരും. അപ്പം 3p സ്ക്വയർ വന്നു. മൈനസ് അടുത്ത 3നെ 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 2 വന്നു. 3p സ്ക്വയർ മൈനസ് 2 എന്ന് വന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 3p സ്ക്വയർ മൈനസ് 2. 7th one. A square garden measuring 10 meter on its side is surrounded by a 2 meter wide path. What is the area of path? Options 44, 144, 196, option D 96. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ ഗാർഡൻ ഉണ്ട്. ആ ഗാർഡന്റെ മെഷറിങ്, അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി അതിന് ചുറ്റുമുള്ള ഒരു വൈഡ് പാത്ത്, അതായത് 2 മീറ്റർ വിട്ടുള്ള ഒരു പാത്താണ് അതിന് ചുറ്റുമുള്ളത്. ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഈ പാത്തിന്റെ ഏരിയ. പാത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുള്ളും ഇതിന്റെ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. അപ്പം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. ഒരു വശം കെട്ടിക്കഴിഞ്ഞാൽ ആ വശം സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അതനുസരിച്ച് ഇപ്പം ഇനി ഈ ഒരു വലിയൊരു സ്ക്വയർ കാണുന്നില്ല, ഈ വലിയൊരു സ്ക്വയറിന്റെ ലെങ്ത് എന്തായിരിക്കും? ഒരു സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആണെന്നറിയാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ടോട്ടൽ 10 + 2 12 + 2 14. ടോട്ടൽ 14 മീറ്റർ ആയിരിക്കും ഈ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഏരിയ = 14 × 14 14 സ്ക്വയർ വരും. അത് 196 ആണ്. അതായത് നമ്മളിപ്പോൾ കണ്ടെത്തിയത് ഇത് ഫുൾ ഏരിയ ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് ഈ മൈതാനത്തിന്റെ, അതായത് ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടെത്തി മൈനസ് ചെയ്താൽ മതി. ഇതിന്റെ സൈഡ് എത്രയാണ്? 10 ആണെന്ന് അറിയാം. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ ഇത് 100 മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ടോട്ടൽ എത്രയുണ്ട്? 196. ഇനി ഈ വഴിയുടെ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 196ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ മതി. എത്ര കിട്ടും? 96. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 96 സ്ക്വയർ മീറ്റർ. 8th one. 148.62 plus 5.891 plus 36.4 plus 213.06. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പേഴ്സ് ആണ്. അതെടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പോയിന്റ് എല്ലാം നേരെ താഴെ വരുന്ന രീതിയിൽ വേണം നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ. ഈ നമ്പേഴ്സ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്താൽ മതി, ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇവിടെ 1 വന്നു, ഇവിടെ 9 1 10 7 17 വന്നു, 1 6 4 10 9 19 വന്നു, 1. ഇവിടെ ഇനി എന്ത് വരും? ഇവിടെ 6 4 10 വന്നു, 19 1 20 വന്നു, 23 വന്നു, 2 4 3 7 3 10 വന്നു, 1 4 403.97 വന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 9th ക്വസ്റ്റ്യൻ നോക്കാം. A work can finish 6 male workers or 9 female workers in 20 days. How many days take to finish the same work with 4 male workers and 4 female workers? Option 10 days, option B 18 days, option C 12 days, option D 15 days. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 6 ആണുങ്ങൾ അല്ലെങ്കിൽ 9 പെണ്ണുങ്ങൾ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളും കൂടി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ്. ഈ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണിത്, ABX / AN + BM. അതായത് ഇതിലെ എ എന്ന് പറയുന്നത് 6 മെയിൽ എന്ന് പറയുന്നത്, ബി ഇതാണ്, എക്സ് ഇതാണ്, എം എൻ. അതായത് 6 മെയിൽ എന്ന് പറയുന്നത് എ, 9 ഫീമെയിൽ എന്ന് പറയുന്നത് ബി ആണ്, നമ്പർ ഓഫ് ഡേയ്സ് ആണ് എക്സ്, എം എൻ എന്ന് പറയുന്നത് ഇവിടെ കറസ്പോണ്ടിങ് മെയിൽ ആൻഡ് ഫീമെയിൽ നമ്പേഴ്സ് ആണ്. ഇത് നമുക്ക് ഈ വാല്യൂസ് ഒന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ABX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 9 × 20, 6 × 9 × 20 വന്നു, ഡിവൈഡ് ബൈ. ഇനി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? AN + BM. AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ മെയിൽ ആൻഡ് ഫീമെയിൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 4 24 വന്നു, പ്ലസ് ഇട്ടു. ഇനി ഇവിടുത്തെ മെയിൽ ആൻഡ് ഫീമെയിൽ വർക്കേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 9 × 4 36 വന്നു. അതായത് 6 × 9 × 20 ഡിവൈഡ് ബൈ 36 + 24 60 ആണ്. ഇവിടെ 6ഉം 60ഓടെ കട്ട് ചെയ്യുമ്പോൾ 10 വന്നു, 0 0 ക്യാൻസൽ ആയി, 9 × 2 18 വന്നു.
അതായത് 18 ദിവസങ്ങൾ വേണം 4 ആണുങ്ങൾക്കും 4 പെണ്ണുങ്ങൾക്കും കൂടി ഈ വർക്ക് ചെയ്യാൻ വേണ്ടി. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A bank calculates the simple interest at the rate 12.5%. How many years take a fixed amount become doubled? Option A 4 years, option B 12 years, option C 8 years, option D 10 years. അപ്പോൾ ഇവിടെ പറയുന്നത് ബാങ്കിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട് 12.5%. ഇനി എത്ര വർഷം എടുക്കും ഒരു എമൗണ്ട് ഡബിൾ ആകാൻ? അപ്പോൾ ഓൾറെഡി നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ പലിശയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു എമൗണ്ട് ഫിക്സഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട 2 ഇക്വേഷൻസ് ആണുള്ളത്. തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ റേറ്റ് കാണാൻ വേണ്ടി 100/n ചെയ്താൽ മതി. അതുപോലെ തന്നെ തന്നിരിക്കുന്നത് റേറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് കാണാൻ വേണ്ടി 100/r ചെയ്താൽ മതി. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആറാണ്, റേറ്റ് ആണ് 12.5%. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25/2 ആണ്. അതായത് ഇതിനെ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കുമ്പോൾ 12 × 2 24 വന്ന് 24 + 1 25 1 25/2 ആണ് 12. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്? n = 100/r. 100/rന്റെ സ്ഥാനത്ത് എന്ത് വരും? 25/2 എന്ന് വരും. ഇനി നോക്കി 25/2, അതായത് 100 × 25/2ന്റെ റെസിപ്രോക്കൽ വരുമ്പോഴത്തേക്കും 2/25 വരും. 25 × 4 ആണ് 100, 4 × 2 8 വന്നു. അതായത് 8 വർഷം വേണ്ടി വരും ഈ 12.5% റേറ്റിൽ ഒരു എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് അത് ഡബിൾ ആകാൻ വേണ്ടി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 100/r. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A and B start from a fixed point. A moves 6 km westward and turns left, then covers 5 km. B moves 3 km northward and stands there. The distance between A and B now is. Option A 10 km, option B 8 km, option C 9 km, option D 11 km. Directions നമുക്കറിയാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇവിടെ പറയുന്നത് എ ആൻഡ് ബി സ്റ്റാർട്ട് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. അതായത് ഇവിടെ 2 പേരുണ്ട്, എയും ബിയും. ഇതാണ് ഒരു ഫിക്സഡ് പോയിന്റ്, ഇവിടെ എയും ബിയും. ഇനി ഇവിടെ എ മൂവ്സ് 6 km വെസ്റ്റ്വാർഡ്. വെസ്റ്റ്വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിറക്ഷനാണ്, വെസ്റ്റിലേക്ക്. ഇവിടോട്ട് 6 km മാറി ഇവിടെ വന്നു. ആൻഡ് ടേൺസ് ലെഫ്റ്റ് ആൻഡ് ദെൻ കവേഴ്സ് 5 km. അതായത് ഇവിടെ വന്ന് നിൽക്കുന്ന ആളുടെ ഡിറക്ഷൻ ഇതാണ്, ഇങ്ങോട്ട് നിൽക്കുന്ന ആളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും. ഇത് റൈറ്റും ഇതാണ് ലെഫ്റ്റ്. ഇങ്ങോട്ട് 5 km മൂവ് ചെയ്തെന്നാണ് പറയുന്നത്. ഇവിടെയാണ് എ വന്ന് നിൽക്കുന്നത്. ഇനി ബിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബി മൂവ്സ് 3 km നോർത്ത് വേർഡ്. അത് എങ്ങോട്ടാണ് ഡയറക്ഷൻ? ഇങ്ങോട്ടാണ്. ഇവിടെ 3 km. ഇവിടെയാണ് 3 km ആൻഡ് സ്റ്റാൻഡ് ദെയർ. അതായത് ബി ഇപ്പോൾ ഇവിടെയാണ്, എ ഇവിടെയാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി നൗ ഈസ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. അപ്പം ഇതൊരു 90 ഡിഗ്രിയാണ്, ഇതൊരു മട്ട ത്രികോണമാണ്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈതഗറസ് തിയറമാണ്. അതിനുവേണ്ടി ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? ഇവിടെ 6 ആണ്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും 5, ഇവിടെ 3, 5 + 3 8 വന്നു. അതായത് ഇത് ടോട്ടൽ 8ഉം ഇത് ടോട്ടൽ 6ഉമാണ്. അപ്പോൾ നോർമലി ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ 8, 6 ഈ 2 നമ്പേഴ്സാണ് നോർമലി കാണാറുള്ളത്. 8ഉം 6ഉം വന്നാൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അതെങ്ങനെയാണ് കിട്ടുക? പൈതഗറസ് തിയറം അനുസരിച്ച് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 6ന്റെ സ്ക്വയർ 36. 64 36 ആഡ് ചെയ്യുമ്പോൾ 100 വരും. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക 10 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. P is Q's brother, Q is R sister, and R is S father. Then S is P's. Option A sister, option B brother, option C wife, option D none of these. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. P is Q's brother എന്ന് പറയുമ്പോൾ Qവിന്റെ ബ്രദർ ആണ് P. നെക്സ്റ്റ് Q is R sister. Q എന്ന് പറയുന്നത് Rന്റെ സിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. Then R is S father. Sന്റെ ഫാദർ ആണ് R എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ലഭിക്കുക എന്താണ്? പി ക്യു ആർ എന്ന് പറയുന്ന സിബ്ലിങ്സ് ആണ്. അപ്പം പി ക്യു ആർ ഇവരുടെ ഇതിലെ ആറിന്റെ മകളാണ് എസ്. ഇനി ഇവിടെ റിലേഷൻ ചോദിച്ചിരിക്കുന്നത് എസും പിയും തമ്മിലുള്ളതാണ്. അതായത് പിയുടെ സഹോദരന്റെ മകനോ മകളോ ആകാം. നമുക്ക് നോക്കാം ഓപ്ഷൻ എ സിസ്റ്റർ, പിയുടെ സിസ്റ്റർ അല്ല. ഓപ്ഷൻ ബി ബ്രദർ, പിയുടെ ബ്രദർ അല്ല എസ്. ഓപ്ഷൻ സി പിയുടെ വൈഫ് അല്ല എസ്. ഈ ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഡി ആണ് വരിക, നൺ ഓഫ് ദീസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? അതായത് 7:9 343 ക്വസ്റ്റ്യൻ മാർക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് വരുന്ന എന്താണെന്നാണ് കണ്ടെത്തുന്നത്. ഓപ്ഷൻ എ 170, ഓപ്ഷൻ ബി 225, ഓപ്ഷൻ സി 729, ഓപ്ഷൻ ഡി 486.
ചിലർക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിക്കാണും. ഓപ്ഷൻ സി ആണ് ആൻസർ 729. അതിൻ്റെ റിലേഷൻ എന്താണ്? 7ഉം 343 തമ്മിലുള്ള റിലേഷൻ 7ന്റെ ക്യൂബാണ് 343. അതായത് 7 × 7 × 7. 7 × 7 49 വന്നു. 49 × 7 ആണ് 343. അപ്പോൾ ഇനി ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? 9ന്റെ ക്യൂബ് ആയിരിക്കും. അതായത് 9 × 9 × 9. 9ന്റെ ക്യൂബാണ് 729. 9 × 9 81 വന്നു. 81 × 9 729 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. Seen through a mirror, the arms of a clock shows 8:50. What is the actual time? Option A 4:10, option B 3:10, option C 10:14, option D 9:45. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ണാടിയുടെ, അതായത് മിറർ ഇമേജ് തന്നിട്ടുണ്ട്, 8:15 തന്നിട്ടുണ്ട്, ആ ടൈം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആക്ച്വൽ ടൈം കാണാനാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ടൈം 8:50. 8:50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂർ സൂചി 8നും 9നും ഇടയിലായിരിക്കും, മിനിറ്റ് സൂചി 10ലായിരിക്കും. ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ മണിക്കൂർ സൂചി വരിക ഈ 8നും 9നും ഇടയിൽ എന്ന് പറയുന്നത് 3നും 4നും ഇടയിലേക്ക് വരും. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് ഈ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 2ലേക്ക് വരും. ഇപ്പോഴത്തെ ടൈം എന്തായിരിക്കും? 3:10. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഇത് തന്നെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന മെത്തേഡാണ് 11:60 നിന്ന് 8:50 മൈനസ് ചെയ്യുക. 60 നിന്ന് 50 മൈനസ് ചെയ്താൽ 10 വന്നു. 11 നിന്ന് 8 മൈനസ് ചെയ്താൽ 3 വന്നു. 3:10. ഈ മെത്തേഡിൽ കണ്ടെത്താം. 15th one. BACD is coded as 2134. What would HFEG stands for? ഓപ്ഷൻ എ 8567, ഓപ്ഷൻ ബി 8765, ഓപ്ഷൻ സി 8756, ഓപ്ഷൻ ഡി 8657. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് BACD, അതായത് ABCD അതേ ആ ഒരു ആൽഫബറ്റിൻ്റെ അതേ ഓർഡറിൽ പോയിരിക്കുകയാണ്. എക്ക് 1, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 4. ഇനി ഇവിടെ EFGH ആണുള്ളത്. ഇക്ക് എന്ത് വരും? 5, F 6, G 7, H 8. അപ്പോൾ ഇത് കണ്ടെത്താൻ ഈസിയാണ്. 8657. പക്ഷേ ഇവിടെ തെറ്റാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഇന്ന് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആൻസർ ചൂസ് ചെയ്യുക. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 8657. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഓഫ് ദ സീരീസ് 9, 16, 30, -114. ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 51, ഓപ്ഷൻ ബി 58, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 54. അപ്പം നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്നതിനകത്ത് ഡിഫറൻസ് നോക്കാം. അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിൽ 9ഉം 16ഉം. 16ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 7 ആണ്. ഇനി അടുത്തത് 30ൽ നിന്ന് 16 മൈനസ് ചെയ്താൽ നമുക്ക് ലഭിക്കുക 30 - 16 14 ആണ്. 7, 14. 7 + 7 ആണ് 14. 14 + 14 28 വരും. അതായത് 7നോട് 7 ആഡ് ചെയ്താണ് 14 വന്നിരിക്കുന്നത്. കൊണ്ട് തന്നെ 14 + 14 28 വന്നു. 30 + 28 ചെയ്യുമ്പോൾ എന്ത് വരും? 30ഉം 20ഉം 50 വന്നു. 58 എന്ന് വന്നു. ഇവിടെ ഓപ്ഷനിലും 58 ഉണ്ട്. അപ്പോൾ 58 ആണ് ആൻസർ എന്ന് വെക്കുക. നമുക്ക് ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 28 + 28 എത്ര വരും? 56 ആണ്. ഇനി 58 + 56 നോക്കുമ്പോൾ 114 വരുന്നുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. 50, 50, 100 വന്നു. 8, 6, 14 ആണ്. 114 വന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 58. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. കൂട്ടത്തിൽ പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് 8B1, ഓപ്ഷൻ ബി 2E5, ഓപ്ഷൻ സി 6H4, ഓപ്ഷൻ ഡി 1D6. അപ്പോൾ ഇവിടെ ഈ ലെറ്ററും ഈ നമ്പേഴ്സും തമ്മിൽ പല റിലേഷനും നോക്കി, പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ 8ഉം 1ഉം. ഇതൊരു ഓഡ് നമ്പറാണ്, ഇതൊരു ഇവൻ നമ്പറാണ്. ഇവിടെ നോക്കിയേ 2ഉം 5ഉം. ഓഡ് നമ്പർ, ഇവൻ നമ്പർ. ഇത് രണ്ടും ഇവൻ നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഇത് ഓഡ് നമ്പറാണ്, ഇത് ഇവൻ നമ്പറാണ്. അപ്പോൾ ഇതാകാൻ റീസൺ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ കിട്ടുന്നുണ്ടെങ്കിൽ, ഇതല്ലാത്ത റീസൺ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ക്രിസ്മസ് ഡേ ഓഫ് 2017 is Monday, then the Republic Day of 2018 is ഓപ്ഷൻ എ Tuesday, ഓപ്ഷൻ ബി Monday, ഓപ്ഷൻ സി Sunday, ഓപ്ഷൻ ഡി Friday. അതിനിവിടെ പറയുന്നത് 2017 ക്രിസ്മസ് ഡേ. ക്രിസ്മസ് ഡേ എന്ന് പറഞ്ഞാൽ ഡിസംബർ 25. ഡിസംബർ 25 ഒരു മൺഡേ ആണ് തന്നിട്ടുണ്ട്, തിങ്കളാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2018 നെക്സ്റ്റ് ഇയറിലെ റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ January 26 ആണ്. അപ്പോൾ അത് ഏത് ദിവസമാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പം നമുക്കറിയാം ഡിസംബറിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസമാണുള്ളത്. 25-ാം തീയതി മൺഡേ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, അതായത് 31 എന്ന് പറയുന്ന ഒരു സൺഡേ ആണെന്നറിയാം. ഡിസംബർ 31. അങ്ങനെയാണെങ്കിൽ 2018 ജാനുവരി 1 എന്തായിരിക്കും? സൺഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മൺഡേ തന്നെ ആയിരിക്കും. 2018 ജാനുവരി 1. നമുക്കറിയാവുന്ന ഒരു കാര്യം 1, 8, 15, 22, 29, അതായത് ഒരു
മാസത്തിൽ 7 ദിവസം വെച്ച് കൂട്ടി വരുന്ന ഇതെല്ലാം തന്നെ സെയിം ഡേ ആയിരിക്കും. അപ്പോൾ 1-ാം തീയതി മൺഡേ ആണെങ്കിൽ 22-ാം തീയതിയും മൺഡേ ആയിരിക്കും. ഇനി 23, 24, 25, 26. 26 കണ്ടെത്തേണ്ടത്. ഇത് മൺഡേ ആണെങ്കിൽ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അതായത് ഫ്രൈഡേ ആയിരിക്കും ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡ് എന്താണ്? ഡിസംബർ 25 തൊട്ട് ജനുവരി 26 വരെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഡിസംബറിലെ കേസ് നോക്കുകയാണെങ്കിൽ 25-ാം തീയതി കഴിഞ്ഞ് 31 വരെ 6 ദിവസമാണുള്ളത്. അതുപോലെ ജനുവരിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 1 തൊട്ട് 26 വരെ 26 ദിവസമാണുള്ളത്. 26 പ്ലസ് 6 32 ദിവസം. ഈ 32-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 × 4 28 ആണ്. റിമൈൻഡർ 4 വന്നു. അപ്പോൾ 28-ാമത്തെ ദിവസം കഴിഞ്ഞ് റിമൈൻഡർ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 1, 2, 3, 4. 28-ാമത്തെ ദിവസം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 25 പറഞ്ഞ പോലെ തന്നെ മൺഡേ ആയിരിക്കും. ദെൻ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പം 28 കഴിഞ്ഞിട്ട് 29, 30, 31, 32. 32-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. അതാണ് ജനുവരി 26 ഫ്രൈഡേ. 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ലെഫ്റ്റ് ആരോ മീൻസ് അഡിഷൻ, റൈറ്റ് ആരോ മീൻസ് സബ്ട്രാക്ഷൻ, അപ്പ് ആരോ മീൻസ് ഡിവിഷൻ ആൻഡ് ഡൗൺ ആരോ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, ഇതിന്റെ വാല്യൂ ഓഫ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലെ സിമ്പിളിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് മാത്തമാറ്റിക്കൽ സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം ബോഡ്മാസ് റൂൾ യൂസ് ചെയ്യുക. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 31, ഓപ്ഷൻ ഡി 9. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഈ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയാണുള്ളത് അഡിഷൻ വന്നു. ഇവിടെ റൈറ്റ് ആരോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്നു മൈനസ് വന്നു. അപ്പാരോ വന്നു. അപ്പാരോയുടെ കേസിൽ വരുന്നത് ഡിവിഷൻ ആൻഡ് ഡൗൺ ആരോയുടെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 16 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 4 ആണ് 16. നെക്സ്റ്റ് 4 × 2 8 വന്നു. 8 + 2 10 വന്നു. 10 - 3 7. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20th one. Find out the correct alternative with the series K4 J3 RPQ 2 TV 3A3. ഇതിന്റെ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇത് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് നോക്കാം. K4 J3 PQR. ഇതിനകത്ത് RPQ ആണ്, ഇവിടെ PQR ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. സെക്കൻഡ് വൺ K4 J3 RPQ 2 VT. ഇവിടെ VT ആണ്, ഇവിടെ TV ആണ്. അതുകൊണ്ട് തന്നെ ബി അല്ല. ഓപ്ഷൻ സി K4 J3 RPQ 2 TV 3A3. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ഡി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. K4 J3 RQP. ഇവിടെ RQP ആണ്, ഇവിടെ RPQ ആണ്. ഇവിടുത്തെ ആൻസർ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ സി ആണ്. ഇത് നമ്മൾ മെയിൻ സിവിൽ എക്സൈസ് ഓഫീസർ 2017 നടന്ന എക്സാമിന്റെ മാത്സ് മെന്റൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.